തലസ്ഥാനം ടിബിലിസിയിലെത്തി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ 4 പേരുടെ യാത്രയാകാൻ പോവുകയാണ്. ഇന്ന് ടിബിലിസിയുടെ ഫുള്ള് ടിബിലിസി കറങ്ങാനുള്ള പരിപാടിയാണ്. 4 ദിവസത്തെ ഞങ്ങളുടെ യാത്രയിലെ ഫസ്റ്റ് ദിവസമാണ് ഇന്ന് നടക്കാൻ സിറ്റി ഞങ്ങൾ കാണാനായിട്ട് പോവുകയാണ് അല്ലേ? പോയിക്കഴിഞ്ഞു. അപ്പം എൻ്റെ കൂടെ ആരൊക്കെയാണുള്ളത്? സുന്ദർഭായി ഉണ്ട്, അതുപോലെ അരുണുണ്ട്, പിന്നെ സുഭാഷ് ഉണ്ട്. ജോർജിയയുടെ തലസ്ഥാനമായ ടിബ്ലിസിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ദിവസം സിറ്റി ടൂർ ചെലവഴിച്ചത്. യൂറോപ്പിനും ഏഷ്യനും ഇടയിലുള്ള കോക്കസ് പർവ്വത നിരയിലാണ് ഈ ജോർജിയ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യമുണ്ട് ഈ രാജ്യത്തിന്. നമ്മുടെ ഇന്ത്യ പോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രിയാണ് ഈ കാണുന്ന ജോർജിയയും. പക്ഷെ നമ്മുടെ ഇന്ത്യനെയും കാട്ടിയുണ്ട് രാജ്യത്തെ ഡെവലപ്പിംഗ്. ഇവിടുത്തെ നഗരാസൂത്രണവും അതേപോലെ തന്നെ നഗരവൽക്കരണവും തികച്ചും വേറിട്ടൊരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. നമ്മൾ യുഎയിലെ ഒരു ഏജൻസി മുഖേന ആയിരുന്നു ജോർജിയക്ക് ട്രിപ്പ് വന്നത്. നമ്മുടെ കൂട്ടത്തിൽ മൊത്തം 6 പേരുണ്ടായിരുന്നു. 3 നൈറ്റും 4 ഡേയും അങ്ങനെയായിരുന്നു നമ്മുടെ ടൂറിന്റെ പാക്കേജ്. നമ്മുടെ ഗ്രൂപ്പിന് ഗൈഡായിട്ട് വന്നത് ടിബിലിസി എന്ന ജോർജ് എന്ന ഇവിടുത്തെ തന്നെ ഒരു ലോക്കൽ സിറ്റിസൺ ആയിരുന്നു. ജോർജിയയിൽ നമ്മൾ വരുമ്പോൾ ലാംഗ്വേജ് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നും. എന്താ വെച്ചാൽ ഇവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഇംഗ്ലീഷ് അത്ര വശമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് ടിബിലിസിലെ പ്രശസ്തമായ സിവിലാലി ഡാമിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാർ സംസാരിക്കുന്നത് ജോർജിയൻ ലാംഗ്വേജ് ആയ കർത്തോലിക്യാന എന്ന ലാംഗ്വേജ് ആണ്. കോക്കസ് പർവ്വത നിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് ഈ കാണുന്ന സിൽവാലി ഡാം. നമുക്ക് കിട്ടിയ ടൂർ പാക്കേജിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരുന്നു. ഫുഡ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ലഞ്ചും ഡിന്നറൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിക്കണം. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിന്റെ മോഡലിലാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ചിക്കൻ നാടൻ ഫുഡ് ഇല്ലാത്ത കാരണം നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ കരുതി. 3-4 തരത്തിലുള്ള സലാഡ്, പിന്നെ പിക്കിള്, ചീസ്, ടർക്കി, ബേഗൻ, ഫ്രൂട്ട്സ്, ജ്യൂസ് അങ്ങനത്തുള്ള വെറൈറ്റി ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു നമുക്ക് കിട്ടിയത് ഇവിടെ നിന്ന്. ടിബിലിസി വരുമ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് റോപ്പ് സഫാരി. ടിബിലിസി വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സിറ്റിയിലാണ് ഒരുപാട് കാണാനുള്ളത്. ഈ പുരാതനമായിട്ടുള്ള നഗരങ്ങളും പള്ളികളും വൈൻ ഉൽപാദന കേന്ദ്രങ്ങളൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവിടെ. ക്രിസ്തുവിന് മുമ്പ് തന്നെ ഇവിടെ വൈൻ ഉണ്ടാക്കി തുടങ്ങിയെന്ന അഭ്യൂഹങ്ങളെല്ലാം ഉണ്ട്. ആയിരത്തി 1991 ജോർജിയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വതന്ത്രമായത്. 1500 വർഷം പഴക്കമുള്ള പള്ളികളാണ് ഇവിടുത്തെ വേറെ ഒരു പ്രത്യേകത. ഇവിടുത്തെ ആൾക്കാരിനെ കുറിച്ച് പറയുമ്പോൾ പൂർണ്ണമായിട്ട് യൂറോപ്യൻസിനും അല്ല, അതേപോലെ തന്നെ റഷ്യയും അല്ല, അതേപോലെ തന്നെ അറബ് കൺട്രിയിലും പെടില്ല. ഈ മൂന്നിലും പെടാത്ത ഒരു കാറ്റഗറി ആണ് പോലും നമുക്ക് വിശേഷിക്കാം ജോർജിയൻസിനെ. നമ്മൾ ജോർജിയക്ക് ട്രിപ്പ് വന്നത് സീസൺ സമയത്തായിരുന്നു. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ഉണ്ടാക്കിയ മെട്രോ സ്റ്റേഷനും അതേപോലെ തന്നെ തുരങ്കങ്ങളും റോഡൊക്കെയാണ് ജോർജിയനെ വേറിട്ട് നിർത്തുന്നത്. നിങ്ങൾ ജോർജിയ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിന്റർ സീസണിൽ തന്നെ വരാൻ നോക്കണം. ഡിസംബർ ടു ഫെബ്രുവരിയാണ് ഇവിടുത്തെ വിന്റർ സീസൺ. തികച്ചും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് എന്തായാലും കിട്ടുന്നത്. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റിൽ ഒന്ന് രേഖപ്പെടുത്തണം.